ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഒപ്പം അത് കമ്പ്യൂട്ട് ചെയ്യേണ്ട പ്രൊസീജിയറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. മിസ്റ്റർ കൃഷ്ണ പർച്ചേസ്ഡ് എ പീസ് ഓഫ് ലാൻഡ് on 4th January 1999 for rupees 50,000. This land was sold by him on 2nd September 2019 for rupees 15 lakh. The market value of land on 1st April 2001 was rupees 1 lakh. Expenses on sale were 2% of transfer price. Compute the taxable capital gain for assessment year 2020-21. അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? 1999 ജനുവരി 4-ാം തീയതി മിസ്റ്റർ കൃഷ്ണ 50,000 രൂപക്ക് ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്നു. 2019 സെപ്റ്റംബർ 2-ാം തീയതി ഈ ലാൻഡ് 15 ലക്ഷം രൂപക്ക് അദ്ദേഹം വിൽക്കുന്നു. 2001 ഏപ്രിൽ 1-ന് ഈ ലാൻഡിൻ്റെ മാർക്കറ്റ് വാല്യൂ 1 ലക്ഷം രൂപയായിരുന്നു. ഇത് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ പ്രൈസിൻ്റെ 2% എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്നുള്ളതാണ്. ലാൻഡ് ആണ് അല്ലേ? ലാൻഡ് നമ്മൾ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ തീരുമാനിക്കുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ 24 മാസം വരെയാണെങ്കിൽ അത് ഷോർട്ട് ടൈമും അതിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈമും ആണ്. എന്ന് പറയുമ്പോൾ 2 വർഷം വരെയാണെങ്കിൽ ഷോർട്ട് ടൈം ആണ്, 2-ൽ കൂടുതൽ വർഷം ഹോൾഡ് ചെയ്തതാകുമ്പോൾ അത് ലോങ് ടൈം ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 99 ജനുവരിയിൽ വാങ്ങിച്ച് 2019 വിൽക്കുന്നത് അല്ലേ? 20 വർഷത്തോളം ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡാണ്. ഒരു സംശയവുമില്ല അതെന്താണ്? ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണത് വരുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എന്താണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എത്ര രൂപക്കാണോ ആ ലാൻഡ് അല്ലെങ്കിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ പ്രൈസ് ആണ് അല്ലേ? ഇവിടെ പറയുന്നത് 15 ലക്ഷം രൂപക്കാണ് അത് സെയിൽ ചെയ്യുന്നത്, വിൽക്കുന്നത്. അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 15 ലക്ഷം രൂപയാണ്. നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്തു. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ rupees 15 lakh. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ഇൻഡെക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് കുറക്കണം. ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CII ഫോർ ഇയർ ഓഫ് അക്വിസിഷൻ എന്നുള്ളതാണ് അല്ലേ? എന്താണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇവിടെ വരിക? 99 ജനുവരി 4-നാണ് ഈ അസറ്റ് വാങ്ങുന്നത്, 50,000 രൂപയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് 2001 ഏപ്രിൽ 1-ന് മുമ്പ് എന്ത് അസറ്റ് വാങ്ങിച്ചതാണെങ്കിലും അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ 2 വാല്യൂസ് എടുക്കണം. അത് കമ്പയർ ചെയ്തതിൽ ഏതാണോ ഗ്രേറ്റർ എങ്കിൽ അതെടുക്കണം അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് വാങ്ങുന്ന ആക്ച്വൽ കോസ്റ്റ് rupees 50,000 ആണ്. 2001 ഏപ്രിൽ 1-ന് ഈ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഫെയർ മാർക്കറ്റ് വാല്യൂ rupees 1 lakh ആണ്. നമ്മൾ കമ്പയർ ചെയ്യുന്നു rupees 50,000 or rupees 1 lakh. whichever is beneficial to assessee, that means whichever is greater. ഏതാണ് ഗ്രേറ്റർ വരിക? rupees 1 lakh. അപ്പോൾ rupees 1 lakh ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ rupees 1 lakh എടുത്തു. ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്ന വർഷത്തെ ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ? ട്രാൻസ്ഫർ ചെയ്ത വർഷം ഏതാണ്? 2019 സെപ്റ്റംബറിലാണ് വിൽക്കുന്നത്. അപ്പോൾ 2019-20 ഫിനാൻഷ്യൽ ഇയർ ആണ്, പ്രീവിയസ് ഇയർ ആണ്. ആ വർഷത്തേക്കുള്ള ഇൻഡെക്സ് എത്രയാണ്? CII 289 ആണ്. ഡിവൈഡഡ് ബൈ
CII for year of acquisition, ഈ അസറ്റ് അക്വയർ ചെയ്ത വർഷത്തേക്കുള്ള ഇൻഡെക്സ് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. 2001-2 മുതലാണ് നമുക്ക് CII ടേബിളിലെ ഇൻഡെക്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 2001-2 അതിന് മുമ്പുള്ള ഏത് വർഷങ്ങളിൽ വാങ്ങിയ അസറ്റ് ആയിരുന്നാലും അതിൻ്റെ CII എല്ലാ സമയത്തും 100 ആയിരിക്കും. ഇത് 99-ലായതുകൊണ്ട് CII for year of acquisition എന്ന് പറയുന്നത് 100 ആണ്. റിസൾട്ട് എന്ത് കിട്ടും? 1 lakh into 289 divided by 100. Rupees 2,89,000 ആണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഇതിനകത്ത് വല്ല ഇംപ്രൂവ്മെന്റ് കോസ്റ്റും വരുന്നുണ്ടോ? അത്തരത്തിലൊരു എക്സ്പെൻസും ഇതിനകത്ത് വന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ ആ ഭാഗം ഇതിനകത്ത് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് ഇവിടെ എന്താണ്? സെല്ലിംഗ് എക്സ്പെൻസസ്. അത് നമ്മുടെ എക്സാമ്പിളിനകത്ത് പറയുന്നുണ്ട്. എക്സ്പെൻസസ് ഓൺ സെയിൽ 2% ഓഫ് ട്രാൻസ്ഫർ പ്രൈസ്. ട്രാൻസ്ഫർ പ്രൈസിന്റെ 2% ആണ്. വാട്ട് അബൌട്ട് ട്രാൻസ്ഫർ പ്രൈസ്? ട്രാൻസ്ഫർ പ്രൈസ് ഈസ് rupees 15 lakh. Then 15 lakh into 2%. Rupees 30,000 is selling expenses. Then we are deducting these two expenses, indexed cost of acquisition and selling expenses, total rupees 3,19,000 from the amount of full value of consideration rupees 15 lakh. Then 15 lakh minus 3,19,000, rupees 11,81,000. That is the long-term capital gain. Asset long-term capital asset ആയതുകൊണ്ട് ഈ ഗെയിൻ എന്താണ്? ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ അമൻ പർച്ചേസ്ഡ് എ ഹൗസ് ഇൻ ഡൽഹി ഇൻ 2000 for rupees 1 lakh and added 2 rooms in the house at a cost of rupees 30,000 in 2000. He added 2 bathrooms in the house at a cost of rupees 2,40,000 in May 2014. He sold the house on 1st July 2019 for rupees 25 lakh. Find out the taxable capital gain if fair market value of house on 1st April 2001 was rupees 4 lakh. CII in 2014-15 was 240. എന്താണ് ഈ ക്വസ്റ്റ്യൻ അത് പറയുന്നത്? മിസ്റ്റർ റമൻ ഡൽഹിയിൽ 2000-ൽ 1 ലക്ഷം രൂപക്ക് ഒരു വീട് വാങ്ങുന്നു. അതേ വർഷം തന്നെ 30,000 രൂപ ചെലവിൽ 2 റൂം കൂടെ ആ വീടിനകത്ത് ആഡ് ചെയ്യുന്നു. 2014 മെയ്യിൽ പിന്നീട് 2,40,40,000 രൂപ ചെലവിൽ 2 ബാത്റൂം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നു. 2019 ജൂലൈ 1-ാം തീയതി 25 ലക്ഷം രൂപക്ക് അദ്ദേഹം ഈ വീട് വിൽക്കുന്നു. 2001 ഏപ്രിൽ 1-ാം തീയതി ഈ വീടിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. നമുക്കിതിനകത്ത് 2014-15 വർഷത്തേക്കുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. 240 ആണത് അല്ലേ? ഇവിടെ നമ്മൾ ഇദ്ദേഹത്തിന്റെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് സംശയമൊന്നുമില്ല. 2000 എന്ന് പറഞ്ഞ വർഷത്തിൽ വാങ്ങിച്ചതാണ്, 2019-ലാണ് വിൽക്കുന്നത്. 19 വർഷം ഹോൾഡ് ചെയ്ത ഒരു ഹൗസ് ആണ് വിൽക്കുന്നത് അല്ലേ? 2 വർഷം വരെ ആകുമ്പോൾ ഷോർട്ട് ടൈമും കൂടുതലാകുമ്പോൾ ലോങ് ടൈമും ആണത്. കാരണം ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ ഇത് ലോങ് ടൈം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റാണ്, സംശയമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ ആദ്യം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ഇത് വിൽക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിൽ പറയുന്നുണ്ട് 25 ലക്ഷം രൂപയാണ്. 2019 ജൂലൈ 1-ന് വിൽക്കുന്നത് 25 ലക്ഷം രൂപ. കാരണം 25 ലക്ഷം രൂപ നമ്മൾ അവിടെ എഴുതി. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണ് വരിക? തൊട്ടു മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ കണ്ടതുപോലെ തന്നെ 2001 ഏപ്രിൽ 1-ന് മുമ്പാണ് ഈ വീട് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ആക്ച്വൽ കോസ്റ്റിനെ 2001 ഏപ്രിൽ 1-നുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂവുമായി കമ്പയർ ചെയ്ത് അതിന് വലിയ എമൗണ്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ആക്ച്വൽ കോസ്റ്റ് rupees 1 lakh ആണ്. അതുപോലെ അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 2001 ഏപ്രിൽ 1-ന് എത്രയാണ്? ഇതിനകത്ത് പറയുന്നുണ്ട് rupees 4 lakh ആണ്. Then 1 lakh or 4 lakh, whichever is beneficial to assessee, whichever is greater, rupees 4 lakh ആണ് അല്ലേ? Then cost of acquisition is rupees 4 lakh into CII for year of acquisition, that is always 289, divided by CII for year of acquisition. It was acquired
in 2000, that is before 2001 too. So index for CII for year of acquisition is 100. Then the indexed cost of acquisition is equal to 4 lakh into 289 divided by 100, that is rupees 11,56,000. Next, cost of improvement. നമ്മൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. 2 തവണ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് വരുന്നുണ്ട്. ഒന്ന് 2000 അല്ലേ, 2000 എന്ന് പറയുന്ന വർഷത്തിലാണ് 30,000 രൂപക്ക് 2 റൂം ആഡ് ചെയ്യുന്നു, ഒരു ഇംപ്രൂവ്മെന്റ് കോസ്റ്റായി. രണ്ടാമത്തെ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് 2014 മെയ്യിലാണ്. ഇതിനകത്ത് 2 ബാത്റൂം കൂടെ 2,40,000 രൂപക്ക് ചെലവിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് എടുക്കുമ്പോൾ 2001 ഏപ്രിൽ 1 ശേഷമുള്ള ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ 2000-ലാണ്, 2014-ലാണ്. അപ്പോൾ 2000-ലുള്ള 30,000 രൂപ ഇവിടെ എന്തല്ല, നമ്മൾ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് എടുക്കാൻ പാടില്ല. 2014 മെയ്യിൽ വരുന്ന എമൗണ്ട് 2001 ശേഷം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇവിടെ rupees 2,40,000 ആണ് അല്ലേ. ഇത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻഡെക്സ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്? നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എടുക്കുക, rupees 2,40,000 ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ, അത് 289 ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ CII ഫോർ ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റ് നടത്തിയ വർഷത്തേക്കുള്ള ഇൻഡെക്സ് എത്രയാണ്? ഇവിടെ 2014 മെയ്യിലാണ് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് വരുന്നത് അല്ലേ. 2014-15 പ്രീവിയസ് ഇയറിലാണ്. 2014-15 പ്രീവിയസ് ഇയറിലേക്കുള്ള ഇൻഡെക്സ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അവസാന പാർട്ടിൽ പറയുന്നുണ്ട്. CII in 2014-15 വാസ് 240, അത് 240 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 240 എന്ന് കൊടുക്കുന്നു. സോ rupees 2,40,000 into 289 divided by 240. The indexed cost of improvement is rupees 2,89,000. Okay. Then ഈ 2 എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് rupees 14,45,000 ആണ്. ഇവിടെ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് നമ്മളത് കുറക്കുന്നില്ല. അപ്പോൾ rupees 25 lakh എന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് ഈ 14,45,000 കുറച്ചാൽ ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുക അല്ലെ. അത്രയാണ് 10,55,000 ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ എക്സ് പർച്ചേസസ് എ ഹൗസ് പ്രോപ്പർട്ടി ഫോർ rupees 76,000 on 10th May 1984. He gets the first floor of house constructed in 1988-89 by spending rupees 80,000. He dies on 12th September 2004. The property is transferred to Mrs. X by his will. Mrs. X spends rupees 81,900 during 2005-06 for renewal of the property. She sells the house property for rupees 18 lakh on 15th March 2020. Brokerage paid by Mrs. X rupees 18,000. The fair market value of house on 1st April 2001 was rupees 3,20,000. Find out taxable capital gain for assessment year 2020-21. CII in 2005-06 was 117. എന്താണ് ഇവിടെ പറയുന്നത്? 1984 മെയ് 10-ാം തീയതി അല്ലേ, മെയ് 10-ാം തീയതി 76,000 രൂപക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി മിസ്റ്റർ എക്സ് പർച്ചേസ് ചെയ്യുന്നു, ഒരു ബിൽഡിംഗ്, ഒരു വീട് പർച്ചേസ് ചെയ്യുന്നു. 1988-89 വർഷത്തിൽ 80,000 രൂപ ചെലവിൽ അദ്ദേഹം അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നിർമ്മിക്കുന്നു. 2004 സെപ്റ്റംബർ 12-ാം തീയതി ഇദ്ദേഹം മരണപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ വിൽ അനുസരിച്ച്, ഇദ്ദേഹത്തിൻ്റെ ഒസ്യത്ത് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മിസ്സിസ് എക്സിന് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. 2005-06 വർഷത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ റിന്യൂവലിന് വേണ്ടി 81,900 രൂപ മിസ്സിസ് എക്സ് അതുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്നു. പിന്നീട് ഈ പ്രോപ്പർട്ടി 2020 മാർച്ച് 15-ാം തീയതി 18 ലക്ഷം രൂപക്ക് വിൽക്കുന്നു. വിൽക്കുന്ന സമയത്ത്
ബ്രോക്കറേജ് 18,000 രൂപ അവർക്ക് ചെലവ് വരുന്നുണ്ട്. 2001 ഏപ്രിൽ 1 തീയതി ഈ വീടിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 3,20,000 രൂപയാണ്. 2005-6 വർഷത്തേക്കുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 117 ആണ് എന്നും അവസാന പാർട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ മിസ്സിസ് എക്സിൻ്റെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 1984 വാങ്ങിയിട്ടുള്ള ഒരു ഹൗസ് ആണത് അല്ലേ? സംശയമൊന്നുമില്ല, അത് ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് ആണ്. നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിലേക്ക് വരാം. എത്ര രൂപക്കാണ് ഇത് വിൽക്കുന്നത്? 2020 മാർച്ച് 15 തീയതി 18 ലക്ഷം രൂപക്കാണ് ഇത് വിൽക്കുന്നത് അല്ലേ? 18 ലക്ഷം രൂപ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എഴുതി. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇതിൻ്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മിസ്സിസ് എക്സ് ആണ് കറന്റ് പ്രീവിയസ് ഇയറിൽ ഈ വീട് വിൽക്കുന്നത് അല്ലേ? പക്ഷെ അവർക്കത് എങ്ങനെ കിട്ടിയതാണ്? വില്ലനുസരിച്ച് കിട്ടിയതാണ്. അവർക്ക് കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള മിസ്റ്റർ എക്സ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി ഇവർക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇവർക്ക് അതിന് കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഗിഫ്റ്റോ വില്ലോ അനുസരിച്ച് കിട്ടുന്ന ഒരു അസറ്റ് ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർക്ക് വന്ന കോസ്റ്റ് ആണ്. ഇവിടെ ഈ കേസിലാകുമ്പോൾ മിസ്സിസ് എക്സിൻ്റെ മുമ്പുള്ള അതിൻ്റെ ഓണർ ആരായിരുന്നു? മിസ്റ്റർ എക്സ് ആയിരുന്നു. അപ്പോൾ മിസ്റ്റർ എക്സിന് വന്ന കോസ്റ്റ് ആണ് മിസ്സിസ് എക്സിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിസ്റ്റർ എക്സിൻ്റെ കോസ്റ്റ് എന്താണ്? 1984 മെയ് 10 തീയതി ഇത് വാങ്ങുമ്പോൾ 76,000 രൂപയാണ് കോസ്റ്റ് അല്ലേ? 76,000 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 1984 അസറ്റ് വാങ്ങിയിട്ടുള്ളത്. 2001 ഏപ്രിൽ 1 മുമ്പാണ് ഈ ഡേറ്റ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കോസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആക്ച്വൽ കോസ്റ്റിനെ 2001 ഏപ്രിൽ 1 ഫെയർ മാർക്കറ്റ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് അതിൽ ഗ്രേറ്റർ എമൗണ്ട് എടുക്കണം അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആക്ച്വൽ കോസ്റ്റ് ₹76,000 while purchasing the house by Mr. X. The fair market value of house is given on 1st April 2001 is ₹3,20,000. So 76,000 or 3,20,000, whichever is beneficial to assessee or whichever is greater. Then the greater amount is ₹3,20,000. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ₹3,20,000 ആണ്. ദെൻ ഇൻറ്റു CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ അല്ലേ? കറണ്ട് ഇയറിലേക്കുള്ള ഇൻഡെക്സ് 289 ആണ്. ഡിവൈഡഡ് ബൈ 1984 വാങ്ങിയ അസറ്റ് ആയതുകൊണ്ട് 2001 മുമ്പുള്ളതായതുകൊണ്ട് അതിൻ്റെ CII ഫോർ ഇയർ ഓഫ് അക്വിസിഷൻ അത് 100 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 3,20,000 ഇൻറ്റു 289 ബൈ 100 എന്ന് പറയുന്ന ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ₹9,24,800 എന്നാണ് വരുന്നത് അല്ലേ? ഇനി നമ്മൾ ഇംപ്രൂവ്മെന്റ് കോസ്റ്റിലേക്ക് നോക്കിയാൽ ഇവിടെ മിസ്റ്റർ എക്സ് തന്നെ 1988-89 അതിന്റെ ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടി 80,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ 2001 മുമ്പുള്ള ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആണത്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളത് മാറ്റി വെക്കാം. പിന്നീട് ഇത് 2004 ഇയാൾ മരണപ്പെട്ട ശേഷം ഇയാളുടെ വൈഫ് മിസ്സിസ് എക്സിന് ഈ പ്രോപ്പർട്ടി കിട്ടിയ ശേഷം മിസ്സിസ് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്? 2005-6 റിന്യൂവലിന് വേണ്ടി 81,900 രൂപ 81,900 അവർ ചെലവാക്കുന്നുണ്ട് അല്ലേ? ഇവിടെ പറയുന്നുണ്ട് 2005-6 81,900. ഇത് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആണ്. കാരണം 2001 ഏപ്രിൽ 1 ശേഷമുള്ള കോസ്റ്റ് ആണ്. അപ്പോൾ അത് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ₹81,900 ഇൻറ്റു അല്ലേ CII ഫോർ ഇയർ ഓഫ് ട്രാൻസ്ഫർ അത് 289 ഡിവൈഡഡ് ബൈ CII ഫോർ ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ് നടത്തിയ വർഷത്തെ ഇൻഡെക്സ്. ഇവിടെ ലാസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട് CII in 2005-06 ആ വർഷമാണ് ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുള്ളത് അല്ലേ? 117 ആണ് ആ വർഷത്തേക്കുള്ള ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 117. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഈസ് ₹2,02,300. ഇനി ഇവിടെ 2020 മാർച്ച് 15 ഇത് വിൽക്കുമ്പോൾ ബ്രോക്കറേജ് മിസ്സിസ് എക്സ് കൊടുക്കുന്നുണ്ട് ₹18,000. അത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്.
അപ്പോൾ നമ്മൾ സെല്ലിംഗ് എക്സ്പെൻസിൻ്റെ എമൗണ്ടും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എമൗണ്ട് എന്ന് കുറക്കണം 18,000 രൂപ. അങ്ങനെ ഈ 3 എമൗണ്ടും കൂട്ടുമ്പോൾ 9,24,800 പ്ലസ് 2,02,300 പ്ലസ് 18,000 റുപ്പീസ് 11,45,100 അല്ലേ? ദാറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഓഫ് റുപ്പീസ് 18 lakh. 18 lakh minus 11,45,100. Then there is a difference of rupees 6,54,900. That is the amount of long term capital gains. Okay, thank you.